നമസ്കാരം. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയ കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ശരിയല്ല, അതിൽ കൃത്രിമമുണ്ട് എന്നാണ് രാഹുലും കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വലിയ തലവേദനയാണ്. ഇലക്ഷൻ കമ്മീഷനെതിരെ ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിൽ സംശയം സൃഷ്ടിക്കാൻ ഒരു നീക്കം കോൺഗ്രസ് നടത്തി. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഇവർക്കെതിരെ പടിയെടുക്കേണ്ടി വരുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ട് ഇവർ നേരെ സുപ്രീം കോടതിയിലേക്ക് പോയിരുന്നു. അവിടെ നിന്ന് സുപ്രീം കോടതി കണക്കിന് വയർ നിറച്ചു കൊടുത്തു. അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ വിജയിച്ചാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നല്ലതാണ്, ISO മുദ്രയുള്ളതാണ്. നിങ്ങൾ തോറ്റാൽ നിങ്ങൾ എന്തിനാണ് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നതെന്ന്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നവരെ തളയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ക്രിമിനൽ നടപടിയെടുക്കാൻ വരെ ഇപ്പോൾ കമ്മീഷൻ ആലോചിക്കുന്നുണ്ട്. കർശനമായ നിയമ നടപടികൾ എടുക്കുന്നതാണ് എന്ന് കമ്മീഷൻ വിശദീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാണംകെട്ട തോൽവിക്ക് ശേഷം അതിന്റെ കാരണങ്ങൾ ആരെന്ന് അറിയാതെ വെറുതെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ പഴിച്ച് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസും ഉദ്ധവ് താക്കറെയും ശിവസേനയും. അതേസമയം ശരത് പവാർ മാത്രം മഹായുതി സർക്കാരിന്റെ സ്ത്രീപക്ഷ പദ്ധതികളാണ് വിജയത്തിന് കാരണമെന്നത് വിലയിരുത്തുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് മഹാരാഷ്ട്രയിൽ BJP നേതൃത്വത്തിലുള്ള മഹായുതി ഇത്രയും വലിയ ഭൂരിപക്ഷം നേടിയതെന്ന ആരോപണവുമായി കോൺഗ്രസും ഉദ്ധവ് താക്കറെയും ശിവസേനയും രംഗത്തെത്തി. സ്വര ഭാസ്കർ ഉൾപ്പെടെയുള്ള NGOകളും സമൂഹ മാധ്യമങ്ങളിൽ മഹായുതിയുടെ മഹാരാഷ്ട്രയിലെ വിജയത്തെ പരിഹസിക്കുന്നുണ്ട്. നിരവധി കോൺഗ്രസ് നേതാക്കൾ ഇക്കുറി മഹാരാഷ്ട്രയിൽ നിലം പൊത്തിയിരുന്നു. അവരെല്ലാം വീണ്ടും എല്ലാ VVIകളും എണ്ണണമെന്ന ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ വരെ പോയി. പക്ഷെ അവിടെ നിന്ന് കണക്കിന് കിട്ടി. ഇത് ഏറെക്കുറെ അസാധാരണമാണ്. കരട് സൗത്തിൽ നിന്നും 39,000-ത്തിലധികം വോട്ടുകൾ BJPയുടെ അതുൽ സുരേഷ് ബോസയോട് തോറ്റ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൗഹാൻ VVIPയുടെ എണ്ണണമെന്ന് ആവശ്യപ്പെടുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തോ വിളിക്കാനുണ്ടെന്നാണ് പൃഥ്വിരാജ് ചൗഹാൻ ആരോപിക്കുന്നത്. ഇതുപോലെ പല രീതികളിൽ ജനങ്ങളിൽ ഭീതി നിറയ്ക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് BJP അട്ടിമറിച്ചു എന്നാരോപിച്ച് മഹാരാഷ്ട്രയിൽ കലാപമുണ്ടാക്കാൻ കോൺഗ്രസും മറ്റും അജണ്ടയുണ്ട് എന്ന് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ റിപ്പോർട്ട് സഹിതം പുറത്തുവിട്ടിരുന്നു. ശരത് പവാർ, NCP, ഉദ്ധവ് താക്കറെയുടെ ശിവസേന, മമതാ ബാനർജി, ബീഹാറിലെ ലാലു പ്രസാദ് യാദവ്, ആം ആദ്മി പാർട്ടി എന്നിവരുടെ നിസ്സഹായത്തോടെ ബംഗ്ലാദേശ് മോഡൽ കലാപമുണ്ടാക്കാനാണ് പദ്ധതിയെന്നും ഒരു റിപ്പോർട്ടുണ്ട്. ഇതിന്റെ ഭാഗമാകാം ഇനി മുതൽ ബീഹാറിൽ ബാലറ്റ് പേപ്പറിലൂടെ വോട്ടെടുപ്പ് അനുവദിക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവന വന്നത്. സുപ്രീം കോടതി വരെ ശരിവച്ച കാര്യമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ അതിന്റെ പ്രവർത്തനങ്ങൾ എന്നിരിക്കെ തോറ്റാൽ മാത്രം യന്ത്രത്തെ കുറ്റം പറയുന്ന കോൺഗ്രസിന്റെ രീതി ശരിയല്ല എന്ന് BJP നേതാക്കൾ വരെ വാദിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വിജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ അതിനെ ഒന്നും കുറ്റം പറയുന്നില്ല. ജമ്മു കാശ്മീരിൽ നമ്മൾ കണ്ടതാണ്. ഇന്ത്യ സഖ്യം വിജയിച്ചപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ഒന്നും തന്നെ കുറ്റം പറയുന്നില്ല. അത് ഏറ്റവും മികച്ചതാണ്, ISA മുദ്രയുള്ളതാണ്. ഇങ്ങനെ വേണം ഈ നമ്മുടെ ഭാരതത്തിന്റെ EVM കണ്ടു വേണം മറ്റ് രാജ്യങ്ങളിലെയും അധികാരികൾ ഇതുപോലെ അവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ EVM വേണം ഉപയോഗിക്കാൻ എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ അന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവർ തോൽക്കുമ്പോൾ മാത്രം EVMനെ കുറ്റം പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിലൊരു ആശങ്ക സൃഷ്ടിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിന് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, വേണ്ട വികസനങ്ങൾ, അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുത്താൽ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ ഏത് പാർട്ടിയെയും ജയിപ്പിച്ചു വിടും. പക്ഷെ BJP ഓരോ സംസ്ഥാനങ്ങളിലും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ പഠിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലും ജനങ്ങൾ BJPയെ കൈവിടാതെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നത്.